മനസ്സിൽ അത്രമേൽ പ്രിയം തോന്നിയ, മനസ്സിൽ നിറയെ സ്ഥാനമുള്ള ഒരാളോട് തോന്നുന്ന ഒന്നാണ്. കൊല്ലാനും മരിക്കാനും ഉള്ളതാണോ പ്രണയം? പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ളതാണോ, അല്ലെങ്കിൽ ആസിഡ് ഒഴിക്കാനുള്ളതാണോ പ്രണയം? തീർച്ചയായും അല്ല. എനിക്ക് മാത്രം അറിയുന്ന നീയും, നിനക്ക് മാത്രം അറിയുന്ന ഞാനും, നമുക്ക് മാത്രം അറിയുന്ന നമ്മുടെ പ്രണയവും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. വിട്ടുകൊടുക്കലാണ് പ്രണയമെന്ന് ആരോ വെറുതെ പറഞ്ഞതാണ്. ശരിക്കും ഏതൊരു സാഹചര്യത്തിലും വിട്ടുപോകാതിരിക്കലും വിട്ടുകൊടുക്കാതിരിക്കലുമാണ് പ്രണയം. നീയും അവളും തമ്മിൽ, അല്ലെങ്കിൽ അവളും നീയും തമ്മിൽ പ്രണയമാണോ എന്ന ചോദ്യത്തിന് പ്രണയമല്ല, പ്രാണനാണ് എന്ന് പറഞ്ഞിരുന്നൊരു കാലം. മനോഹരമായ ഒരു പ്രണയ സല്ലാപത്തിന്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇന്നിങ്ങ് വരട്ടെ, ഇന്നും ഇത് തന്നെ അവസ്ഥ. സൈനു, സൈനു, സോറി, ഞാൻ കുറച്ച് വൈകി പോയടോ. സൈനു വന്നിട്ട് ഒത്തിരി നേരമായോ? എത്ര നേരമായി ഞാൻ കാത്തിരിക്കണു. എന്താണ് ഇങ്ങനെ? ഞാനെന്റെ വീടിന്റെ ലോണുമായി ബന്ധപ്പെട്ട് ബാങ്ക് വരെ പോയതാ. അവിടെയാണെങ്കിൽ മുടിഞ്ഞ തിരക്കും. ഷാനു, നീ ഒന്ന് സീരിയസ് ആവണം. ഈ കുട്ടികളെ കൊണ്ട് നിർത്ത്. അതെന്താ, ഞാൻ സീരിയസ് അല്ലേ? അതല്ല, പിന്നെ എന്റെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നു. ഓ, കല്യാണം? എന്നാ നീ കെട്ടിക്കോ. സൈനു, നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? അതെ, എന്റെ ഉപ്പാന്റെയും ഇക്കാക്കാന്റെയും മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. നീ കരയല്ലേ? സോറിടോ. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിപ്പോ നിനക്കറിയില്ലടാ എന്റെ പ്രശ്നങ്ങൾ. ഞാനിപ്പോ എങ്ങനാ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് നീ വേണം. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോ എനിക്ക് പറ്റുന്നതാണ്. നീ ഇതിനൊരു തീരുമാനം എടുക്കണം. അതല്ലാതെ ഞാൻ ഇന്ന് ഇവിടുന്ന് പോകില്ല. സൈനു, നീ കരയല്ലേ? നീ പേടിക്കണ്ട. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആർക്കും. ഷാനു, ദേ എന്റെ ഇക്കാക്ക വരുന്നുണ്ട്. നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. സൈനു, മറ്റുള്ളവർ പറഞ്ഞിട്ട് ഞാനിത് വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ എനിക്കെല്ലാം ബോധ്യമാണ്. കുറച്ച് കാലയുടെ ഞാൻ നിന്റെ പേര് കേൾക്കും. ഇന്ന് അവസാനിപ്പിക്കുന്നതായ ഞാൻ നിന്റെ നായാട്ട്. നിനക്കെന്നല്ല, ഈ ലോകത്ത് ആർക്കും ഞങ്ങൾ പിരിക്കാനാകില്ല. കേട്ടില്ലേ അവൻ പറഞ്ഞത്? ഞങ്ങളെ പിരിക്കാൻ ആർക്കും കഴിയില്ല. നീ എന്റെ കൊച്ചു പെങ്ങളാണെങ്കിൽ ഇവനിൽ നിന്നെ ഞാൻ രക്ഷിച്ചില്ല. നീ ചെവിയിൽ വിളിക്കോ? ദുഃഖിക്കും, ഒരുപാട് ദുഃഖിക്കും. ഒരു മിനിറ്റ്, എന്നാ നീ ഇതുകൂടി കേട്ടോ. എന്റെ നെഞ്ചിന്റെ ചൂട് പറ്റി
സൈനബ ഉം.